ദൈവത്തിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ദൈവത്തിലായിരിക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. Greetings to one and all who is in the presence of the Lord, and we praise the Lord for this time to study the word of God. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിരന്തരമായി നാം പഠിച്ചു വരികയാണ്. വിശേഷാൽ എബ്രായ ലേഖനം അതിന്റെ അവസാന അധ്യായം, അവസാന ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. So we have come to the concluding chapter of the book of Hebrews and towards the last portion of that chapter. അവസാന ക്ലാസ്സിൽ അതേ 13-ാം അധ്യായത്തിന്റെ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കിടുവാനിടയായി തീർന്നത്. In the last class, I had shared some thoughts from Hebrews chapter 13, 1 to 6. ഇന്ന് സമയം അനുവദിക്കുമെങ്കിൽ അതിന്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചില ചിന്തകളാണ് നാം ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. So if time permits, we would like to study from verse 7 to 16 tonight. അതിന്റെ 7-ാമത്തെ വാക്യം നാം വായിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടക്കുകയാണ്. എബ്രായ ലേഖനം 13-ന്റെ 7-ാമത്തെ വാക്യം. Let's read from Hebrews chapter 13, verse 7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഈ വാക്യത്തിൽ നാം കണ്ടതുപോലെ നമ്മളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ നാം ഓർക്കണമെന്നും അവരുടെ ജീവിതാവസാനത്തെ നാം മനസ്സിലാക്കണമെന്നും ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. So the author is reminding us that we need to remember those who have preached the word of God to us, and we also need to consider their ends. അവരുടെ പ്രാദേശിക സഭകളിൽ മൂപ്പന്മാർ അല്ലെങ്കിൽ എൽഡേഴ്സ് ഉണ്ടായിരുന്നു. അവര് സഭാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെയുള്ളവരെ എബ്രായ വിശ്വാസികൾ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. In their regional churches, they had elders who were leading the churches, and the author is reminding the Hebrew believers that they need to be subjected, that they need to be submissive before these elders. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മൂപ്പന്മാരെ കുറിച്ചും അവരിലൂടെയുള്ളതായ ശുശ്രൂഷകളെ കുറിച്ചും പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. We can see that in 1 Timothy chapter 5 verse 17 there is a special mention of the elders and the ministry done through them. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. ഇവിടെ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ അല്ലെ എൽഡേഴ്സിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്, അവരെ ഇരട്ടി മാന്യത്തിന് അതേ കടമപ്പെട്ടവരാണ്. കാരണം അവരുടെ ശുശ്രൂഷ വിലയേറിയതാണ്. So here it is written that the elders are worthy of a double honor because their ministry is valuable. മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ ചിന്തനീയമായ മറ്റൊരു വാക്യം കൂടെ നമുക്ക് കാണാം. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യത്തിലും എങ്ങനെയാണ് ഒരു സഭയിലെ മൂപ്പൻ അല്ലെ മൂപ്പന്മാർ ആയിരിക്കേണ്ടതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. So when we read from the book of 1 Peter chapter 5 verse 3 to 5, we again see very thought-worthy words about the elders, how an elder need to conduct themselves inside the church. ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. മൂപ്പന്മാരെ സഭകളിൽ ആക്കി വയ്ക്കുമ്പോൾ അവർക്ക് മാതൃകയോടുകൂടിയുള്ള ശുശ്രൂഷ ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ അതേ പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത്. So Apostle Peter reminds the elders that they need to have an exemplary ministry when they are being appointed as elders in the church. അവരെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാകയാൽ ആ ദൈവം അവർക്ക് പ്രത്യേകമായ അതേ വാടാത്ത കിരീടം, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അങ്ങനെയുള്ള കിരീടങ്ങൾ നൽകി മാനിക്കും, അനുഗ്രഹിക്കും എന്നത് വളരെ ചിന്തനീയമാണ്, ശ്രദ്ധേയമാണ്. It is because it is God who has appointed them. When the chief shepherd appears, he will give them rewards of crown of glory which will not fade away.
ദൈവവചനപ്രകാരം നടത്തുന്ന ശുശ്രൂഷകന്മാരെ അവരുടെ നല്ല മാതൃകളെയും അനുകരിക്കണം എന്നതാണ് ഇവിടുത്തെ പ്രബോധനത്തിൽ നാം കാണുവാൻ കഴിയുന്നത്. So from the exhortation that we see here, we see that we must follow the good examples set by the good leaders who are before us. എന്തുകൊണ്ടാണ് ആ അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ഇടയന്മാരെ അങ്ങനെയുള്ളവരെയൊക്കെ അനുകരിക്കാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ മുൻപ് വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയവരാണ്. ധാരാളം അങ്ങനെയുള്ളതായ എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിലുണ്ട്. Why they were instructed to follow these elders were, these elders have gone through several experiences of persecution and adversity in their lives and ministry. അങ്ങനെ പ്രയാസ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് അവർ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. അവർ വിശ്വാസത്തെ തേച്ചു കളഞ്ഞില്ല. അതൊരു ഉത്തമ മാതൃകയാണ്. So in their difficult moments, they did not relinquish their faith, rather they held on to their faith more strongly. അതുകൊണ്ട് തന്നെയാണ് അവർ വെച്ചേച്ചു പോയിരിക്കുന്ന നല്ല മാതൃകളെ നാം പിൻപറ്റണം എന്ന് ഇവിടെ നാം വായിപ്പാനിടയായി തീർന്നത്. And that is the reason why the example that they have set before us must be followed is written here. നല്ല ദൈവദാസന്മാരെ കാണുമ്പോൾ, അവരുടെ പഠിപ്പിക്കലുകൾ കാണുമ്പോൾ, അവരുടെ ശുശ്രൂഷകൾ കാണുമ്പോൾ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക എന്ന ഈ വാക്യം നാം മറക്കാതിരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ. So this verse very specially reminds us that when we look at the servants of God, when we look at their life, when we look at their ministry, when we look how they finished well, we need to remember that as well as follow those examples. That's what this verse reminds us of. ഇതിനു മുമ്പ് നാം കണ്ടതുപോലെ എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഒരു മടങ്ങിപ്പോകലിന്റെ വക്കിലാണ്. അവർ പഴയ നിയമത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയമാണെന്ന് നാം കാണുവാനിടയായി. So we have meditated earlier that as far as the Hebrew believers were concerned, they were at a point of backsliding. They wanted to revert back to the Old Testament. They were in that path. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്, ഈ നടത്തിപ്പുകാരായിട്ടുള്ള മൂപ്പന്മാരായിട്ടുള്ള അധ്യക്ഷന്മാരായിട്ടുള്ളവരെ അവരുടെ നല്ല വിശ്വാസ മാതൃകളെ നിങ്ങൾ പിൻപറ്റണം. അവരെ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ മുറുകെ പിടിക്കുവാനിടയാക്കണം എന്ന്. So it is in this situation they are being instructed that they need to look at the good example that was set by these elders, and they must follow these examples in their own lives. ലോകത്തിലെ അധ്യക്ഷന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ, സഭയിലെ അധ്യക്ഷന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ, അടുത്ത വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രധാന കാര്യമാണ് ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. Even as we talk about the leaders in the church in this world, the author also gives a very important insight into Jesus Christ our Lord. എബ്രായ ലേഖനം 13:8 വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. ആ വാക്യം വായിച്ച് ആ വാക്യത്തിലെ ചില ചിന്തകളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. Let's read from Hebrew chapter 13 verse 8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. So something very unique about the Lord Jesus Christ we see here. He is yesterday, today, forever the same. തിരുവചനത്തിലെ പല വാക്യങ്ങൾ നാം പഠിക്കുമ്പോഴും അവിടെയൊക്കെ ദൈവത്തിന്റെ സ്വഭാവം അവൻ ഒരിക്കലും മാറ്റുന്നില്ല. ഹീസ് ആൻ അൺചേഞ്ചിങ് ഗാഡ്. ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം എന്നാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The Holy Scriptures depicts our God as an unchanging God whose character never changes. മലാഖി പ്രവചനം 3:6 സംഖ്യാപുസ്തകം 23 19 ഒക്കെ ഇതിനുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. Malachi chapter 3 verse 6 as well as Numbers chapter 23 verse 19 we may read concerning this. യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു.
ഇവിടെ മലാക്കി പ്രവചനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ദൈവം തന്നെ പറയുകയാണ് മലാക്കിയിലൂടെ, മലാക്കി എന്ന ആ പ്രവാചകനിലൂടെ, യഹോവയായ ഞാൻ മാറാത്തവനായ ഒരു ദൈവമാണ് എന്ന് ദൈവം തന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. So here through the prophet Malachi, the Lord says that I am the Lord, I do not change. The God himself testify about himself that he will not change. ആളുകൾ മാറിപ്പോകാം, ഇന്ന് കാണുന്നതൊക്കെ മാറിപ്പോകാം, പക്ഷേ കർത്താവ് പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയുകയില്ല, അവനെന്നും വിശ്വസ്തനായ ദൈവമാണ്. People may change, whatever people say today may change, but God is faithful. He will never change. സംഖ്യാപുസ്തകം 23:19 വാക്യം കൂടെ നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. Numbers chapter 23 verse 19 also we read now. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? മനുഷ്യൻ വ്യാജം പറയുന്നു, മനുഷ്യൻ കള്ളത്തരം കാണിക്കുന്നു, മനുഷ്യന്റെ കയ്യിൽ കള്ളത്തരങ്ങളുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല, ഞാൻ മാറാത്ത ദൈവമാണ്. ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും എന്നാണ് ദൈവം ഇവിടെ സംഖ്യാപുസ്തകത്തിലും പറയുന്നത്. Man lies, man is corrupt, but God is not corrupt. God is not liar, and that's what God establishes through these verses in the book of Numbers. മാറ്റമില്ലാത്ത ദൈവം എന്ന് പറയുമ്പോൾ അത് ദൈവം എന്ന പദത്തിന്റെ ഒരു അർത്ഥമാണ് എന്ന് ചില വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടാറുണ്ട്. When it is said unchanging God, the very meaning of God means unchanging according to the opinion of certain biblical scholars. നമുക്കൊരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ മാറാത്ത ഒരു ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിപ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്ത നമുക്ക് അവിടെ കണ്ടെത്തുവാൻ കഴിയും. So we can find a very important spiritual thought when we study about the unchanging God. അതെന്തെന്ന് ചോദിച്ചാൽ, മാറ്റമില്ലാത്ത ദൈവം മുൻപ് ചെയ്തു വന്ന കാര്യങ്ങൾ അത് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന്റെ പ്രവർത്തികൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. The unchanging God is doing exactly the same what he was doing from the beginning. There is no change for his deeds. അല്പം കൂടെ ആത്മീയമായിട്ടൊന്ന് കടന്നു പറഞ്ഞാൽ, മുൻപ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ഇന്നും അവൻ അത്ഭുതം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. So if we spiritually step forward a bit and say, we know that God who did miracles in the past, he is able to do the miracles even now, and he will perform the miracles. മാറ്റമില്ലാത്ത ദൈവം ഒരിക്കൽ പറഞ്ഞത് മറ്റൊരിക്കൽ മാറ്റി പറയത്തില്ല. അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്ഥിരമായിരിക്കും. The unchanging God will not change his words which were spoken once. If he has said once, it will not be changing at all. ദൈവത്തിന്റെ വാക്കുകളെ കുറിച്ച് തിരുവചനം പറയുന്നത് ഒരിക്കലും അവൻ തെറ്റിപ്പോയെന്നോ അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞുവെന്നോ ആ നിലയിലുള്ള വാക്കുകൾ നാം എങ്ങും വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നില്ല. അവൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, അവന്റെ വാക്കുകളുടെ ശക്തിയാണ് അത് കാണിക്കുന്നത്. So we never see that if God spoke something, he's saying that, oh, I spoke that by mistake. No, his words are firm and his words are powerful and his words are true and forever the same. ഇവിടെ നാം എബ്രായ ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ അവൻ ഇന്നലെയും ഇന്നും നാളെയും വാക്ക് മാറാത്തവനായ ദൈവമാണ്. As we read in the book of Hebrews, he never changes his word. Yesterday, today, forever, he is the same. വാക്ക് മാറ്റി പറയുന്ന ദൈവങ്ങളെ കുറിച്ച് വിവിധ മതങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. When we study the religions of the world, we can see the gods of those religions have changed their word time to time. മറ്റുള്ളവരെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന, വഞ്ചനയിലൂടെ യുദ്ധത്തിൽ ജയിക്കുന്ന ദൈവങ്ങളെ കുറിച്ചൊക്കെ ഹിന്ദുമത പുരാണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. So we have read in the Hindu scriptures about gods coming down and deceiving people
and winning victories. ഇസ്ലാം മതം പഠിക്കുകയാണെങ്കിൽ അവരുടെ വിശുദ്ധ പുസ്തകമായി കരുതുന്ന ഖുറാനിൽ ധാരാളം തെറ്റുകൾ, അബദ്ധങ്ങൾ വരുന്ന സമയത്ത് അതിന് പകരമായി മറ്റൊരു ആയത്ത് നൽകുന്ന അള്ളാഹുവിനെയാണ് നാം ഖുറാനിൽ കാണുവാൻ കഴിയുന്നത്. So we see that we see a God in the Quran who when certain mistakes happen, he finds a way to correct those mistakes. That kind of a God we see in the Quran. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയെന്ന് എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയുമ്പോൾ എബ്രായ വിശ്വാസികൾക്ക് കർത്താവ് കൊടുക്കുന്ന ഉറപ്പെന്താന്ന് ചോദിച്ചാൽ, യേശു പറഞ്ഞിട്ടുള്ളത് അവൻ നിറവേറ്റും, അവൻ നിറവേറ്റിയിട്ടുള്ള ദൈവമാണ്, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള ഉറപ്പ് ഇവിടെ ലേഖനകർത്താവ് നൽകുകയാണ്. But here the author is giving us the assurance that if Jesus Christ has spoken, yes, whatever he has spoken, he will perform it as he has spoken and as he has promised. കാലങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും അവന്റെ വാക്ക് എപ്പോഴും ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കും. മാറ്റി പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. So even if the time passes on, we know that his words are yes and yes. Our God never changes his word. ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കളോട് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, മുൻപ് അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ആ ദൈവം നമ്മുടെ ദൈവമായതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി അവൻ ചെയ്യുമെന്നുള്ളത്. To the people of God, right now in the presence of the God, let me remind that the God who has done miracles in the past, he will do the same miracles anytime according to the words of promise that he has given us. എബ്രായ ലേഖനത്തിൽ ഈ ലേഖനകർത്താവ് വിവിധ വാക്യങ്ങളിലൂടെ ഉപദേശങ്ങളെ കുറിച്ച്, ആ കാലങ്ങളിൽ പ്രചരിക്കപ്പെട്ട ഉപദേശങ്ങളെ കുറിച്ച് ജാഗ്രതരായിരിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. So in the book of Hebrews, the author has warned them about some of the doctrines, the changing doctrines of those times. അങ്ങനെയുള്ളതായ ഒരു വാക്യമാണ് നാം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. എബ്രായ ലേഖനം 13-ാമത്തെ വാക്യം. When we come down to Hebrew chapter 13 verse 9, we see such a verse. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ഇവിടെ ഈ വാക്യത്തിൽ കാണുന്നത് വിവിധവും അന്യവുമായ ഉപദേശങ്ങളെ പിന്തുടരരുത് എന്ന ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തലാണ്. So there is a very special reminder for us that do not follow various strange doctrines. ഇത് വീണ്ടും ഒരു ആവർത്തനം പോലെ പറയുമ്പോൾ അവർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നും അക്കാലങ്ങളിൽ ദുരുപദേശം നിലവിലുണ്ടായിരുന്നുവെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. So when we see that this kind of verses are being repeated, we know that there were strange doctrines in those days and they could easily be led astray by these doctrines. യേശു തന്നെ പറഞ്ഞു, കള്ളക്രിസ്തുക്കൾ വരും, അവർ ക്രിസ്തുവാണെന്ന് പറയും, വേണ്ടി വന്നാൽ അത്ഭുതങ്ങൾ കാണിക്കും. ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കേണ്ടത് ദൈവവേദന്റെ കടമയാണ്, കടപ്പാടാണ്. The Lord Jesus himself said that false Christs will come. They may even perform miracles. And even now we see so many of such kind of people. So, but for a child of God, we need to be established and hold on to the grace of God. വിശുദ്ധ വേദപുസ്തകത്തിൽ അബദ്ധ ഉപദേശങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള വാണിങ്ങുകൾ നൽകുന്ന ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. The Holy Scriptures gives us several warnings through the verses in the Bible about false doctrines, and we must not fall in them. ഈ വിഷയത്തെ കുറിച്ച് നോട്ട് കുറിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ. 2 യോഹന്നാൻ ലേഖനം 2 യോഹന്നാന്റെ ലേഖനം 9-ാം വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ, അതുപോലെ തന്നെ എഫേസ് ലേഖനം 4-14-15, ഗലാത്യ ലേഖനം 1-6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, മത്തായി സുവിശേഷം 15-9
തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ നാം കാണുന്നത് ഇത് തന്നെയാണ്. അബദ്ധ ഉപദേശങ്ങളിലേക്ക് ജനം വഴിതെറ്റി പോകാതിരിക്കാനുള്ള വാണിങ്ങളാണ് നാം അവിടെ കാണുന്നത്. So we see it for the sake of those who are taking notes, you may note down that 2 John chapter 9, 2 John verse 9 to 11, as well as Ephesians chapter 4 verse 14 and 15, Galatians chapter 1 6 to 8, and Matthew chapter 15 verse 19. These are instructions for people of God that we may not follow false doctrines. പല വാക്യങ്ങൾ നാം പറഞ്ഞുവെങ്കിൽ ഒരു വാക്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവന്ന് വീണ്ടും മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. 2 യോഹന്നാന്റെ ലേഖനം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരധ്യായം മാത്രമുള്ളത് കൊണ്ട് അതിലെ ആ അധ്യായത്തിലെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. Let us read from 2 John verse 9 to 11 from the only chapter in 2 John. Let's read from verse 9 to 11. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് പോകുന്നവർ അതിര് കടന്നു പോകുന്നവരാണ്. അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് പോകുന്നവരിൽ ദൈവമില്ല, ക്രിസ്തു ഇല്ല എന്ന് യോഹന്നാൻ ഓർമ്മപ്പെടുത്തുകയാണ്. So here John is reminding us that whoever transgresses from the doctrine of Christ and crosses the borders set by Christ, they do not have God. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾപ്പാനിടയായിത്തീരുന്നത്. ഇങ്ങനെ അല്ലാത്ത ഉപദേശവുമായി, ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ഉപദേശവുമായി ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നാൽ ആ വ്യക്തിയെ അംഗീകരിക്കാനോ അവനോടൊപ്പം ഇരിക്കാനോ അവനോടൊപ്പം കുശലം പറയാനോ അവനെ വീട്ടിൽ കൈക്കൊള്ളുവാനോ യോഹന്നാൻ അപ്പോസ്തലൻ അനുവദിക്കുന്നില്ല. This is an important verse for us to pay attention. He who abides in the doctrine of Christ has both the Father and the Son. If anyone comes to you and does not bring this doctrine, do not receive him into your house, nor greet him, for he who greets him shares in his evil deeds. So this is a very special warning the Apostle John was giving to the church. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ കാലത്ത് ദുരുപദേശങ്ങൾ വിവിധ നിലയിൽ വർദ്ധിച്ചു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ അത് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ലോകത്ത് നോക്കിയാൽ ദൈവവചനവുമായി ഒട്ടും തന്നെ ബന്ധമില്ലാത്ത ദുരുപദേശങ്ങൾ പല വാക്യങ്ങൾ എടുത്ത് അതിനെ കോട്ടിമാറ്റി വിവിധ നിലയിൽ അതിങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാണുവാൻ കഴിയും. So we can see such false doctrines increasing these days in the world. The Lord himself had warned about such false doctrines creeping in. And we can see that how the scripture verses are often misquoted, and they lay the foundation for false doctrines to lead people away from the Lord. ദൈവവചനത്തിൽ അഗാധമായ പാണ്ഡിത്യം അല്ലെങ്കിൽ ഇതുപോലുള്ള ബൈബിൾ സ്റ്റഡി അതുകൊണ്ടാണ് നാം നടത്തുന്നത്. തിരുവചനം ആഴത്തിൽ പഠിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധാലുക്കൾ ആയിരിക്കുകയും വേണം. The reason why we are doing a deep Bible study like this is that we need to have sound knowledge about the Word of God, and we may pay careful attention to these matters. തിരുവചനത്തിൽ ആഴമായ ഒരു പഠന ജീവിതം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. So we must have a life of a deep study of the Word of God. Our lifestyle should be based on that. തിരുവചനത്തിലെ രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, വേർപാട് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന വേദോപദേശങ്ങളെ കുറിച്ച് ലഭിക്കാവുന്നതിന്റെ പരമാവധി തിരുവചന വേദഭാഗങ്ങൾ പഠിക്കുകയും അത് നോട്ടായിട്ട് കുറിച്ചു വെക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. It is good to study about repentance, salvation, about baptism, about receiving the anointing of the Holy Spirit. You do a deep, in-depth study of it and also take good notes. That is good for us. ഞാൻ മുൻപ് ശുശ്രൂഷിച്ചിട്ടുള്ളതായ ഒരു ചർച്ചിലെ ഒരു സഹോദരി ഒരു മർത്തോമയിലെ അച്ഛനെ സ്നാനപ്പെടുത്താനായിട്ട് സ്നാനത്തിന്റെ ഉപദേശവുമായി ചെന്ന് അവസാനം തിയോളജി കേട്ട് ചെവി പൊത്തി അവിടുന്ന് ഓടേണ്ട ഗതികേട് വന്നത് എനിക്കറിയാം.
I know about a sister in a church where I had ministered in the past. She wanted to share about the message about baptism to a Marthomite priest, but at the end, when she heard a lot of theology from the priest, she had to shut her ears and run away. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും തിരുവചനം പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നന്നായി സംസാരിക്കുകയും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോയി അബദ്ധത്തിൽ ചാടരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ ദോഷകരമായി തീരും. So if you really do not know in depth the word of God, if you have not studied the word of God, do not go and argue with people and get into a false situation which could be dangerous for you. 2 യോഹന്നാൻ അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ താഴേക്കുള്ള വാക്യം നമ്മൾ ചില വാക്യങ്ങൾ വായിച്ചു. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ വീട്ടിൽ കയറ്റുവാനോ കുശലം പറയുവാനോ അവനെ അടുത്തിരുത്തുവാനോ അവന് അതേ സദ്യ ഒരുക്കുവാനോ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. പകരം അങ്ങനെയുള്ള മാറ്റി നിർത്തണം എന്നതാണ് ഇവിടുത്തെ പ്രബോധന ചിന്ത. So such people who come with such false doctrines, we're not permitted to receive them into our homes or prepare a meal for them. The word of God says that better stay away from such people, even do not greet them. ഇവിടെ ഈ ലേഖനകർത്താവ് എബ്രായ ക്രിസ്ത്യാനികളോട് പറയാണ്, സുവിശേഷത്തിന്റെ നന്മ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. So here the writer of Hebrew is telling the people of God that you need to understand the goodness of the gospel. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ യാഗം കഴിച്ച വസ്തുക്കൾ ഭക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില നിയമങ്ങൾ നിലനിന്നിരുന്നു. So in the Old Testament, there were certain laws concerning the food that was offered in sacrifice. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 26 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാവുന്നതാണ്. We can see that in Leviticus chapter 6, 26 to 30 onwards. പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അതിന്റെ മാംസം തൊടുന്നവൻ എല്ലാം വിശുദ്ധനായിരിക്കണം. അതിന്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പുകലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ചു മഴക്കി വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. നോക്കൂ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, യാഗകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട്, യാഗങ്ങൾ അർപ്പിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട്, അവ യാഗ അനന്തരം ഭക്ഷിക്കുന്ന പുരോഹിതന്മാർ ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയതായ വലിയ നിയമങ്ങളാണ് ഈ യഹൂദ ജനത്തിനുണ്ടായിരുന്നത്. So we see that the Hebrew people, they had there are very important laws concerning the sin offerings and what should be eaten, what should not be eaten, how they have to maintain holiness around it. So these were some of the very important laws the Jewish people had. അതുകൊണ്ടാണ് ഇവിടെ ഈ വാക്യത്തിൽ നാം കണ്ടത്, ആചരിച്ചു പോരുന്നതായ ചില ഭോജന നിയമങ്ങൾ അവയല്ല ദൈവജനത്തിൽ യഥാർത്ഥത്തിൽ പിൻപറ്റേണ്ടത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ്. So because of these food laws that was existing among the Jewish people, in this verse we are being reminded by the author of Hebrews that it is not those food laws that is going to sanctify us. ഈ തരത്തിലുള്ള നിയമങ്ങളൊന്നും തന്നെ അങ്ങനെയുള്ള ജനത്തെ രക്ഷയിലേക്ക് കൊണ്ടുവന്നില്ല, രക്ഷ അവർക്ക് ഉറപ്പായി നൽകിയിരുന്നില്ല. These food laws did not lead the people to salvation, neither was the assurance of salvation given to them. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടെ പഴയ നിയമത്തിന്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും മാറ്റപ്പെടുവാനിടയായി. With the death of the Lord Jesus Christ on Calvary's cross, all the laws concerning the sin offerings in the Old Testament
were changed forever. പുതിയ ഒരു നിയമമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായത്. കൊലോസ് ലേഖനം 2:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് സ്പഷ്ടമായി പൗലോസ് വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. We have received a new law through Christ Jesus. And we can see that being mentioned clearly by St. Paul in Colossians chapter 2, verse 14 to 17. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. നോക്കുക, പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് നമുക്ക് വിരോധമായി എഴുതിയിരുന്ന സകല എഴുത്തുകളെയും മായിച്ചു. So here St. Paul is writing to the church at Colossae that Jesus Christ, through his death on the cross, he has negated all the laws that was written against us. പൗലോസ് തുടർന്ന് ഓർപ്പിക്കുകയാണ്, ഭക്ഷണപാനീയങ്ങൾ നിമിത്തമുള്ളതായ നിയമങ്ങളോ വാവ്, ശബത്ത് തുടങ്ങിയിട്ടുള്ള നിയമങ്ങളോ ഇതൊന്നും തന്നെ പുതിയ നിയമ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ബാധകമല്ല. അതൊക്കെ പഴയ നിയമം കൊണ്ട് അവസാനിച്ചു. So here St. Paul reminds us that laws concerning food or drink or festival or newborn or Sabbath, these are not effective for the children of God in the New Testament. All that is finished with the Old Testament. ഇതൊക്കെ നമുക്ക് നിയമം ബാധകമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴും ശബത്ത് നാളിനെ ശുദ്ധീകരിച്ച് അന്ന് പ്രാർത്ഥന നടത്തുന്ന കൂട്ടരെ നമുക്ക് നമ്മുടെ ഇടയിൽ കാണുവാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. Although these laws are not mandatory for us, but we can still see people in our community who is sanctifying the Sabbath or worshipping on the Sabbath day. 10-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരികയാണ്. 13-ാമത്തെ വാക്യം നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So when we come to the verse 10 of chapter 13, we see that we have an altar from which those who serve the tabernacle have no right to eat. നാം ഇതിനു മുമ്പ് കണ്ടതുപോലെ പഴയ നിയമ പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ അവരുടെ യാഗകർമ്മങ്ങൾ അർപ്പിച്ചിരുന്നു. So we see that the priests in the Old Testament had offered their sacrifices on the altar. മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ പുരോഹിതന്മാർ ആ യാഗമൃഗത്തിന്റെ ഇറച്ചി അത് തിരുവചനം പറയുന്നതനുസരിച്ച് ഭക്ഷിക്കുമായിരുന്നു. As we read earlier, the priests used to eat the meat according to the scriptures of those animals that were sacrificed. ഇങ്ങനെ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് യാഗപീഠത്തിലെ ഒരു കൂട്ടായ്മയിലെ പങ്കുവയ്ക്കൽ ഉണ്ടായിരുന്നു എന്ന് 1 കൊരിന്ത്യർ ലേഖനം 10:18 നമുക്ക് കാണുവാൻ കഴിയും. So in 1 Corinthians chapter 10 verse 18, we see that such priests, they used to have a fellowship at the altar. They used to share the sacrifice. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി വന്ന് തന്നെത്താനെ താൻ അർപ്പിക്കുവാനിടയായി തീർന്നത്. While these things existed, the Lord Jesus Christ came for us as the high priest and offered himself for us. ഇവിടെ ഈ ലേഖനകർത്താവ് ഊന്നി പറയുവാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്, യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തോടുകൂടെ യാഗകർമ്മങ്ങൾക്ക് ഒരു പൂർത്തീകരണം സംഭവിച്ചിരിക്കുന്നു. So here the author is emphasizing the fact that with the sacrifice of the body of the Lord Jesus Christ, all sacrifices of the Old Testament had a fulfillment. എബ്രായ വിശ്വാസികളോട് അതുകൊണ്ട് പറയുകയാണ്, പഴയ നിയമത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന അവരോട് പറയുന്നത്, നിങ്ങൾ അതിൽ തുടർന്നാൽ
നിങ്ങൾക്ക് അങ്ങനെയുള്ള കർമ്മമാർഗങ്ങളിലൂടെ യാതൊരുവിധ പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. So he is emphasizing that if you follow the rituals of the Old Testament, you are not going to gain any benefit from that. പഴയ നിയമത്തിൽ തുടരുകയല്ല, പുതിയ നിയമത്തിലേക്ക് കടന്നു വരിക, അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക, അതാണ് ഇവിടുത്തെ ആഹ്വാനം. So the exhortation here is not to follow the Old Testament, but come to the truths that is revealed in the New Testament. അതുകൊണ്ട് ആ വാക്യത്തിന്റെ അവസാന ഭാഗം നാം ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവകൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കണം എന്ന പ്രബോധന ചിന്ത ആണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Hence we see in the verse 9 that we need to establish our hearts by the grace of God. ഇന്ന് അനേക ഹൃദയങ്ങളെ സാത്താൻ മറിച്ചു കളയുമ്പോൾ, അനേക ദുരുപദേശത്തിലേക്ക് അനേകർ പൊക്കോണ്ടിരിക്കുമ്പോൾ, ഇതെല്ലാം തന്നെ സാത്താന്റെ ഓരോ വിത്തുകളാണ്. അത് ഹൃദയങ്ങൾ വിതച്ചാൽ, വിതയ്ക്കപ്പെടാൻ അവസരം ലഭിച്ചാൽ അത് വളർന്ന് നമ്മെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഈ വാക്യങ്ങളൊക്കെ നമ്മോട് വിളിച്ചു പറയുന്നു. So while many hearts are being trespassed by the evil one, we need to know that these false doctrines are the weeds that the devil is sowing. And if we give opportunity to the devil, that will be dangerous for us. അതുകൊണ്ട് അബദ്ധോപദേശങ്ങളിലേക്ക് പോകാതെ നമ്മുടെ ഹൃദയത്തെ ദൈവവചനത്തിൽ ഉറപ്പിക്കുവാൻ, സ്ഥിരപ്പെടുത്തുവാൻ നമുക്കും ഇടയായി തീരട്ടെ. Hence, instead of going into false doctrines, let us also establish our hearts in the grace of God. തുടർന്ന് എബ്രായ ലേഖനം 13 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. അതിന്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, പാളയത്തിന് പുറത്ത് യേശു കഷ്ടം അനുഭവിച്ചു, അതുപോലെ നാം അവന്റെ നിന്ന സഹിക്കുവാനിടയാകണമെന്നാണ്. So let us read from verse 11 to verse 13 of the book of Hebrews chapter 13. Here we see that the Lord Jesus Christ suffered outside the camp. Likewise, we must also suffer for the Lord. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Let's read from 11 to 13. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നാം ഈ വാക്യത്തിൽ കാണുന്നത്, പഴയ നിയമത്തിൽ ബലിയർപ്പിക്കപ്പെട്ടതായ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളയുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. So we see that the Holy Scripture is mentioning about an act where the remains of the animals that was offered as sacrifice for sin, that was taken outside the camp and burned outside the camp. പഴയ നിയമത്തിലെ വിവിധ വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. സമയക്കുറവിനാൽ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, എങ്കിലും റെഫറൻസ് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. There are many verses in the Old Testament towards that. We do not have time to read it, but we will just mention the references. പുറപ്പാട് പുസ്തകം 29:14, ലേവിയ പുസ്തകം 4:11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 21-ാമത്തെ വാക്യം, 6-ാം അധ്യായം 30-ാമത്തെ വാക്യം, 9-ാം അധ്യായം 11-ാമത്തെ വാക്യം, 16-ാം അധ്യായം 27-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 19:3-7 വാക്യങ്ങൾ. ഇവിടെയൊക്കെയും നമുക്ക് ഇങ്ങനെ യാഗകർമ്മങ്ങൾ നടത്തിയതിന് അനന്തരമായിട്ടുള്ള അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. So Exodus chapter 29 verse 14, Leviticus chapter 4 verse 11 and 12, also verse 21, and chapter 6 verse 30, chapter 9 verse 11, chapter 16 verse 27, and Numbers chapter 19 verse 3 and 7. We can see that the remains of the sin offering was taken outside the camp and it used to be burned. എപ്പോഴും ഒരു യാഗമൃഗം ചെയ്യുന്നത് പാപം ചെയ്ത ജനത്തിന് വേണ്ടി അവരുടെ പാപങ്ങളെ വഹിക്കുകയാണ്. So the
sin offering always bore the sins of the people who had committed the mistakes and errors. ജനം ചെയ്യുന്ന പാപങ്ങൾ കാരണം അതിനെ കൊല്ലുകയും പിന്നീട് അത് യാഗപീഠത്തിന്മേൽ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. We can see that for the sake of people's sin, the animal was killed and later offered as a sacrifice on the altar. അതേപോലെ ക്രൂശിക്കപ്പെടുന്നതിനായി യേശുക്രിസ്തുവിനെ പടയാളികൾ നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:17 വാക്യത്തിൽ കാണുന്നത്. We read in John chapter 19 verse 17 that the soldiers took the Lord Jesus for crucifixion outside the city. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗൊഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിനായി കൊണ്ടുപോകുന്നത് തലയോടിടം എന്നറിയപ്പെടുന്ന പാളയത്തിന് പുറത്തുള്ളതായ ഒരു സ്ഥലമാണ്. അവിടെയാണ് രണ്ട് കള്ളന്മാരോട് അതേ ഒപ്പം തന്നെ കർത്താവിനെയും യേശുവിനെയും ക്രൂശിക്കുവാനിടയായി തീർന്നത്. So the Lord Jesus was taken to a place called Calvary, which was outside the camp where the Lord and the two thieves were crucified. അപ്പോൾ പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിക്കുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. So we see a Lord who suffered for us outside the camp. അങ്ങനെ അവർ ചെയ്തതിലൂടെ അവർ യേശുവിന്റെ രക്തത്തിന്റെ വില തങ്ങളുടെ മേലും തങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് മത്തായി സുവിശേഷം 27:25 പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We see that in Matthew chapter 27 verse 25, they declared that what they are doing, the cost of what they are doing of the blood of Jesus Christ may come upon themselves as well as their own children. അവർ യേശുവിനെ ദുഷിക്കുകയും ദൈവത്തിൽ നിന്ന് അന്യരായി തീരുകയും ചെയ്തു. They despised Jesus and they separated themselves from God. പക്ഷെ ദൈവമക്കളായ നമ്മുടെ വലിയ സന്തോഷം യേശു നമുക്ക് വേണ്ടി നിന്ന അനുഭവിച്ചതിനാൽ നമുക്ക് അവനിലൂടെയുള്ള പാപമോചനം ലഭിച്ചു എന്നുള്ളതാണ്. But the joy that we have is that because the Lord Jesus Christ suffered for us, we receive redemption from our sins, atonement of our sins through his sacrifice. ഇവിടെ ലേഖനകർത്താവ് പറയുന്ന പ്രബോധന ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു, അതവർക്ക് ശിക്ഷാവിധിക്ക് യോഗ്യമായി. അതുപോലെ നാം യേശുവിനെ തള്ളിക്കളയരുത്. The exhorting thought of the author is that the Jews of those times, they rejected Jesus and it became a punishment for them. Likewise, we should not reject Jesus from our lives. ക്രൂശീകരണ സമയത്ത് യഹൂദന്മാർ യേശുവിനെ നിരസിച്ചു, അവനെ പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ക്രൂശിച്ചു. അതുപോലെ എബ്രായ ക്രിസ്ത്യാനികൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. At the time of crucifixion, the Jewish leaders, they despised Jesus and they took him outside the camp and crucified him. Likewise, the Hebrew believers should never do. That's what was being exhorted here. യേശുവിനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ഇവരും യേശുവിനെ തള്ളിക്കളയുകയാണെങ്കിൽ നിത്യമായ ശിക്ഷാവിധിക്കെതിരെ ഇടയായി തീരുമെന്ന് അർത്ഥസംഖ്യമില്ലാതെ ഇവിടെ വിളിച്ചു പറയുന്നു. As the people who rejected Jesus received punishment, likewise, if they also reject Jesus, surely they will be subjected to punishment. That is what is declared here. യേശുവിനെ അനുഗമിക്കുന്നു എന്നുള്ള ഏക കാരണത്താൽ ഇന്ന് പലരും ആ യേശുവിനെ അനുഗമിക്കുന്നവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. We often see that people who follow Jesus are being mocked and insulted because they are following the Lord Jesus. അപ്പോസ്തലന്മാർ ഭൂമിയിലായിരുന്ന സമയത്ത് അവരെയൊക്കെ ഈ നിലയിൽ നിന്ദിക്കുകയും അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിന് ഒരു വലിയ സാക്ഷിയാണ് പൗലോസ്. Paul is an example of how the apostles were mocked, insulted, and persecuted for following Jesus Christ. നാം മുമ്പ് കണ്ടതുപോലെ കർത്താവായ യേശുക്രിസ്തു തന്നെ തന്റെ ജീവിതത്തിൽ എത്രമാത്രം അതേ പങ്കപ്പാടുകൾ, പീഡനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി തീർന്നു. As we had read earlier, the Lord Jesus himself
went through so much of suffering and persecution in his own life. യേശു ക്രിസ്തുവിനെ അനുഗമിപ്പാൻ തിരിച്ച ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എന്ത് പീഡനങ്ങൾ വന്നാലും എന്ത് കഷ്ടങ്ങൾ വന്നാലും യേശുവിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ സഹിക്കുവാൻ To തയ്യാറുള്ളവരായി. those of us who are following the Lord Jesus Christ, let me remind that whatever problems we may go through, like Jesus suffered for our sake, we must suffer for the sake of Christ when we follow him. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ട് വീണ്ടും പ്രത്യാശയെക്കുറിച്ച്, വരുവാൻ പോകുന്ന പ്രത്യാശയെക്കുറിച്ചാണ് 13-14 വാക്യത്തിൽ നാം കാണുന്നത്. So after reminding of such things, we see that in chapter 13 verse 14 onwards, you're being reminded of the great hope that is going to come. ഇതിനു മുമ്പ് 11-ാം അധ്യായത്തിലും നാം ഇതുപോലെ കാണുവാനിടയായി, അതേ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കാത്തിരിപ്പും പ്രത്യാശയും. So even in chapter 11, we read about the hope and the waiting of Abraham, who is the father of all believers. എബ്രായർ 13-14 വായിക്കുകയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതിനെ അത്രയേ നാം അന്വേഷിക്കുന്നത്. So here in verse 14 of chapter 13, we see that we have no eternal city here, but we seek the one to come. ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്നറിഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ദൈവമക്കൾ. So we know that there is no stability for this world. God's children are such people who are waiting in eagerness for an eternal kingdom of God. എല്ലാ ദൈവമക്കളെയും വലിയ പ്രത്യാശ അതാണ്. ദൈവം തന്നെ കൈപ്പണിയായി നിർമ്മിച്ചിട്ടുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രത്യാശ അവരുടെ ഉള്ളത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. So this is the hope that the Lord has given into every heart of a child of God, is a city that the Lord himself is building, the heavens prepared for us. നമ്മുടെയും പ്രത്യാശ ആയതുകൊണ്ട് ആ വാക്യങ്ങൾ വായിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എബ്രായലേഖനം 10-34, 11-10, 16, 12-27 തുടങ്ങിയ വാക്യങ്ങളിലാണ് ഈ പ്രത്യാശയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. That is also our hope too. We can see those words of hope in Hebrew chapter 10:34, chapter 11 verse 10 and 16, chapter 12 verse 27. വായിക്കാമോ? തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സാമ്പത്തികമായ ക്ലേശങ്ങൾ നേരിട്ടപ്പോൾ അങ്ങനെയുള്ളവരെ നോക്കി ലേഖനകർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു പ്രതിഫലം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ സമ്പത്തിന്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചത് എന്ന്. Those who suffered financial difficulties, to them the author is addressing them and telling that you knew that you have a better and enduring possession for yourself in heaven. That's why you accepted the plundering of your goods here on earth. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ചില കഷ്ടങ്ങളും നഷ്ടങ്ങളും ചിലതൊക്കെ നഷ്ടമാകുകയും ചെയ്യുമ്പോൾ, ചിലത് നമുക്ക് അർഹതപ്പെട്ടതൊക്കെ ഇല്ലാതെയായി തീരുമ്പോൾ, അതൊക്കെ ദൈവനാമത്തിന് വേണ്ടി, നിലനിൽക്കുന്നതിന് വേണ്ടി, വരുവാനുള്ളതിനെ നോക്കി പാർക്കുന്ന ദൈവമക്കൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയില്ല. പോയത് പൊക്കോളട്ടെ, ഇതിലും വലുത് എനിക്ക് ദൈവം തരാനുണ്ട് എന്നുള്ള പ്രത്യാശയിൽ നാം ഉറയ്ക്കുവാനിടയാകണം. So in this world, when we lose even things that we were eligible for, when we do not receive it, we need not be concerned in this world, because we must have the assurance that we have something that is being prepared for us. ദൈവമക്കൾ അങ്ങനെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേസിനും വഴക്കിനും അവർക്ക് പോകാൻ കഴിയുകയില്ല. പകരം കേസ് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് മുട്ടിൽമേൽ നിന്ന് അവർ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയാകും. So when we acknowledge these facts, we do not have time to go to the courts for cases to be fought. Rather, we will bring forth our case before God, and we will submit our petitions before God in prayer. 11-ാം അധ്യായം 10-ാം വാക്യം, 16-ാം വാക്യം, 12-ന്റെ 27-ാമത്തെ വാക്യം.
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ അബ്രഹാമിന്റെ കാത്തിരിപ്പിനെ കുറിച്ച് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചത്, ദൈവം അടിസ്ഥാനമിട്ടത്. ഇതിന്റെ പ്രത്യേകത ഒരിക്കലും കുലുങ്ങിപ്പോകയില്ല, ഒരിക്കലും നശിക്കുകയില്ല. ദൈവം നിർമ്മിച്ച ദൈവിക ഭവനം, അങ്ങനെ ഒരു ഭവനം ഒരുങ്ങുന്നതാണ് ഇവിടെ ഈ പ്രത്യാശയോടുകൂടെ ഈ ലേഖനകർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. So here we see the waiting of Abraham. He was waiting for a city for which the Lord himself had laid foundation. Such a thing will never be shaken and it will be eternal. And that's what the author is encouraging us to aim for. അടുത്ത വാക്യം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഒരു നഗരം തന്നെ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. അത് സ്വർഗീയ നഗരമാണ്. അവിടേക്ക് പോകാനുള്ള കാത്തിരിപ്പിലാണ് ദൈവമക്കളെ എന്ന് ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. So God is preparing a city for them, and it is an heavenly city. And the author is encouraging the people of God to wait for that city and be prepared to go there. 12:27. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ഈ വാക്യത്തിൽ കാണുന്നത്, ഇന്ന് കാണുന്നത് ഇളക്കമുള്ളത്, നശിക്കുവാൻ സാധ്യതയുള്ളത് അതൊക്കെ മാറിപ്പോകും. പക്ഷേ ഇളക്കമില്ലാത്ത ഉറപ്പുള്ള ഒരു നല്ല നാട് നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു. ആ സ്വർഗരാജ്യത്തേക്ക് പോകുവാൻ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. Hallelujah. So we see that what we see today, it is likely to be shaken and perish, but there is something that cannot be shaken, and that is being eternal, is being prepared for us. So we are going into that kingdom of God. ഈ ഭൂമി നശിക്കും, ഈ ഭൂമി ഇല്ലാതെയാകുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ യഹൂദന്മാരുടെ പഴയ നിയമ വീക്ഷണത്തിൽ ഒരല്പം വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So when it is said that this world will perish, the world will not exist, we see that there is something in the Old Testament viewpoint about this. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം അവരുടെ പ്രത്യേക നഗരവും അതുപോലെ കനാൻ അവരുടെ വാഗ്ദത്ത നാടുമാണ്. For Hebrews, the Jerusalem is the promised, is a special city for them, and Canaan is the promised land for them. കനാൻ ദേശം ദൈവം അവർക്ക് അവകാശമായി വാഗ്ദത്തമായി കൊടുത്തത് കൊണ്ട് അവരുടെ ലക്ഷ്യം ആ ദേശത്ത് അവരുടെ ജീവിതം നിലനിർത്തുക എന്നുള്ളതാണ്. So because Canaan was a land that was promised for them, their aim and goal of life is to establish themselves in the land of Canaan. പക്ഷേ പുതിയ നിയമത്തിന് കീഴിലുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി നമ്മുടേതല്ലെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് നാം ഈ ഭൂമിയിൽ താമസിക്കുന്നത്. But for the children of God in the New Testament, we have a very clear understanding that this earth is not ours. എബ്രായലേഖനം 12:22 അനുസരിച്ച് നമുക്കൊരു സ്വർഗീയ യെരൂശലേമുണ്ട്, അവിടേക്ക് പോകുവാനുള്ള കാത്തിരിപ്പിലാണ് നാം. According to chapter 12, verse 22 of Hebrews, we know that we have a heavenly Jerusalem, and we are in eager waiting for the heavenly Jerusalem. ഈ ഭൂമിയിൽ അല്പകാലത്തേക്ക് മാത്രം ജീവിക്കുവാൻ അനുവാദമുള്ളവരാണ് നാം ഈ ലോകത്ത് പരദേശികളാണ്. While we are on this earth, we have a temporary residency in this earth. We are strangers in this earth. ഈ ലോകത്ത് ഭൗമികമായിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് വിലയേറിയത് പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അവയെല്ലാം താൽക്കാലികമാണ്. നിലനിൽക്കുന്നത് സ്വർഗരാജ്യമാണ്. അവിടെയുള്ളത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. In this earth, we may have many precious things, but all that is temporary. What is going to be eternal is only the heavenly kingdom. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്നാണ്. So when we come to verse 15, we see that we need to offer the sacrifice of praise to God. That is the fruit of our lips, giving thanks to his name.
ഒരു ദൈവവൈതൽ പരപ്രേരണ കൂടാതെ ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കണം. So a child of God, without being instigated by another person, we ought to spontaneously offer praises and thanksgiving to God. പുരോഹിതന്മാരുടെ അടുക്കൽ ആടുകളെയും കാടക്കിളാങ്ങനെയും കൊണ്ടുവന്ന് പണച്ചെലവോടുകൂടി പഴയ നിയമകാലത്ത് യാഗങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു പണച്ചെലവുമില്ലാതെ അധരങ്ങളിലൂടെയുള്ള സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വകരമായി തീരുകയാണ്. So through the priest, when the sacrifices were offered, they had to spend money and bring the goats and the bulls for sacrifice. But without spending any money today, we are able to offer the sacrifices of praise as a fruit of our lips through our own mouth. നമ്മുടെ മഹാപുരോഹിതനായ യേശു നമുക്ക് വേണ്ടി തന്റെ ശരീരയാഗം അർപ്പിച്ചതിലൂടെ യാഗകർമ്മങ്ങൾക്ക് അന്തിമമായ അതേ ഒരു അവസ്ഥയിലെത്തി. ഇനിയും അങ്ങനെയുള്ളത് അർപ്പിക്കേണ്ടതില്ല, കൊടുക്കേണ്ടതില്ല. പകരം നമ്മുടെ നാവുകളിലുള്ള സ്തോത്രയാഗങ്ങളാണ് നാം ദൈവത്തിന് അർപ്പിക്കേണ്ടത്. Because our high priest offered his body as a sacrifice for us, we need not offer any more worldly ritualistic sacrifices. Rather, we need to offer the fruit of our lips as a sacrifice unto the Lord. രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് പുതിയ നിയമ പുരോഹിതന്മാർ എന്ന നിലയിൽ നാം നമ്മുടെ നാവിലൂടെ സ്തോത്രം എന്ന യാഗം കർത്താവിന് അർപ്പിക്കണം. God has called us to be a holy and royal priesthood. As the New Testament priests, we ought to offer sacrifices of praise to our Lord. ഹോശേയ 14 രണ്ടാമത്തെ വാക്യം ഇതിനുള്ള ബന്ധത്തിൽ വായിച്ചു കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും. Hosea chapter 14 verse 8. So verse 2. Verse 2. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ഇവിടെ അധരാർപ്പണമായ അല്ലെങ്കിൽ അധരങ്ങളിലൂടെയുള്ള കാളകളെ അർപ്പിക്കുന്നതിനെ കുറിച്ച് ഹോശേയ ഓർമ്മിപ്പെടുത്തുകയാണ്. So the prophet Hosea says that we will offer sacrifices of our lips in verse 2. അധരങ്ങളിലൂടെ നാം പറയുന്ന സ്തോത്ര സ്തുതികളെ കുറിച്ചാണ് ഈ ഹോശേയ പ്രവാചകൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. So the prophet Hosea is saying that we will offer the sacrifices of our lips when we say praise unto the Lord. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 5:19 മുതലുള്ള വാക്യം, കൊലോസ് ലേഖനം 3:16 മുതലുള്ള വാക്യങ്ങളൊക്കെ കാണുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നാം ദൈവത്തിൽ എപ്പോഴും ആയിരിക്കണം എന്നത് അതേ ലേഖനങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. In Ephesians chapter 5 verse 19 and 20, as well as Colossians chapter 3 verse 16 and 17, Paul reminds us that through hymns and psalms we must offer praises unto the Lord. 150 സങ്കീർത്തനം 6 വാക്യത്തിൽ നാം കാണുന്നത് ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നിലനിർത്തി തരുന്നത് കൊണ്ട് അധരങ്ങളുടെ സ്തോത്രവും സ്തുതി കർത്താവിന് അർപ്പിക്കണം. Chapter 150 Psalms verse 6 says that all that is alive may continually offer praise unto the Lord. Hence, when the Lord has given us life, we need to offer praise through our lips unto the Lord. ചിലയിടത്ത് ആരാധനയുടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത് കീബോർഡുകളോ അവിടെയുള്ള ഗിറ്റാറുകളോ അങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളായിരിക്കും. So in certain places, all arrangements of worship is done through only the instruments there. പഴയ നിയമം പഠിക്കുമ്പോൾ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചിരുന്നു. അത് ദൈവത്തിന് ഇഷ്ടവുമായിരുന്നു. So we see in the Old Testament that instruments were used in the Old Testament to offer sacrifices of praise, and that was pleasing unto the Lord. പുതിയ നിയമകാലം പഠിക്കുമ്പോൾ സംഗീത ഉപകരണങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുന്നില്ല എങ്കിൽ പോലും
അതിലൂടെ എല്ലാ സ്തോത്രവും സ്തുതിയും ആരാധനയും ഉയർത്തേണ്ടത്. പകരം ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ, അവർക്ക് ദൈവം ജീവൻ നൽകിയിരിക്കുമ്പോൾ ആ ജീവദാതാവിന് അത്തരങ്ങളിലൂടെ സ്തോത്രങ്ങൾ, സ്തുതികൾ അർപ്പിക്കുവാനിടയായി തീരണം. In the New Testament, while the instruments are not banned, but as children of God who are living, we must offer sacrifices of praise through our own lips to the one who has given us life. 15-ാമത്തെ വാക്യത്തിൽ സ്തോത്രം എന്ന യാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. So when we read about the fruit of lips as a sacrifice in verse 15, in verse 16 we have been reminded, do not forget to do good and to share, for with such sacrifices God is well pleased. ഇന്നത്തെ ദൈവജന പഠന ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയട്ടെ, 2 പ്രധാന യാഗങ്ങൾ പുതിയ നിയമസഭയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. So as we conclude, let me say this thing, that there are 2 important sacrifices for the church of God in the New Testament. 15-ാം വാക്യത്തിൽ നാം കണ്ടതായ അധരബലം എന്ന സ്തോത്രയാഗം നാം ഇടവിടാതെ അർപ്പിക്കണം. അതൊരു യാഗമാണ്, ദൈവം അംഗീകരിക്കുന്നതാണ്. Verse 15, we see that we need to continually offer the sacrifices of praise as a fruit of our lips that is acceptable unto God. 2-ാമത്തെ യാഗം 16-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലും ദൈവം പ്രസാദിക്കുന്നതാണ്. In verse 16, it is written, do not forget to do good and to share, for with such sacrifices God is well pleased. നമ്മുടെ തലകളെ വണക്കി ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Let us bow our heads and pray in the presence of the Lord. നമ്മുടെ കർത്താവ് പാളയത്തിന് പുറത്തുപോയി കഷ്ടം അനുഭവിച്ചതുപോലെ അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ഒരിക്കലൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം. Let us submit ourselves once again to suffer for our Lord as he suffered for us outside the camp. വാക്കുമാറാത്ത ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അവൻ ഇന്നും എന്നും എന്നേക്കും അനന്യനായ കർത്താവാണ്. God who will never change, and he will never change concerning his promises, is there in heaven for us. He is every day the same, yesterday, today, forever. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. നമ്മുടെ നഗരം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെയുള്ള സ്വർഗീയ വാസമാണ്. We do not have an eternal city here, my dear children of God. Our eternal city is a dwelling with our Lord in the heavens. വീണ്ടും ഓർപ്പിക്കട്ടെ, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. Let me remind again that let us continually offer the fruit of our lips as a sacrifice of praise unto the Lord. ദൈവമക്കൾക്ക് നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിപ്പാൻ മറക്കരുത്. അത് ഒരു യാഗമായി തന്നെ ഈ ലേഖന കർത്താവ് വരച്ചു കാണിച്ചത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. Do not forget to do good or to share and have fellowship with God's people. That's also an important sacrifice which the author says. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let us submit into the hands of the Lord and let's pray.